നമസ്കാരം. ഭൂമിയുടെ വിദൂര കോണുകളിലെ അത്ഭുതങ്ങളെ അടുത്തറിയാൻ ബഹിരാകാശ നിരീക്ഷണങ്ങൾ എത്രത്തോളം സഹായകമാണെന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് 2025 സെപ്റ്റംബർ 13 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു സഞ്ചാരി പകർത്തിയത്. ലിബിയയിലെ ജബൽ അർക്കാനു മലനിരകളിൽ സഹാറ മണലിന്റെ വിളറിയ പശ്ചാത്തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വളയ രൂപത്തിലുള്ള പാറക്കെട്ടുകളാണ് ഈ ചിത്രത്തിലെ പ്രധാന ആകർഷണം. ഭൂമിശാസ്ത്രപരമായ ദൃശ്യഭംഗിയോടൊപ്പം ഈ രൂപീകരണങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ സത്യങ്ങളെയും ഈ ദൃശ്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നു. കിഴക്കൻ ലിബിയയിൽ ഈജിപ്ഷ്യൻ അതിർത്തിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന ജബൽ അർക്കാനു ഏകദേശം 24 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ ക്ഷാര അഗ്നിപർവ്വത വലയ സമുച്ചയമാണ്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഈ മലനിരകൾ ബസാൾട്ട്, ഗ്രാനൈറ്റ്, സൈനൈറ്റ്, ട്രാക്കൈറ്റ്, ഫോണോലൈറ്റ് തുടങ്ങിയ വ്യത്യസ്ത തരം പാറകളാൽ നിർമ്മിതമാണ്. തുടക്കത്തിൽ ഈ വൃത്താകൃതിയിലുള്ള ഘടനകൾ ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട ഗർത്തങ്ങളായിരിക്കാം എന്നൊരു തെറ്റിദ്ധാരണ നിലനിന്നിരുന്നു. എന്നാൽ കൂടുതൽ പഠനങ്ങളും ഫീൽഡ് വർക്കുകളും ഈ വലയങ്ങളുടെ ഉത്ഭവം ഭൗമപരമായ അഗ്നിപർവ്വത പ്രക്രിയയിലൂടെയാണ് എന്ന് സ്ഥിരീകരിച്ചു. നാസയുടെ വിശദീകരണം അനുസരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മാഗ്മ ഉയർന്നു വരികയും ചുറ്റുമുള്ള പാറക്കെട്ടുകളിലേക്ക് തള്ളിക്കയറുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ഈ വലയങ്ങൾ രൂപപ്പെട്ടത്. ആവർത്തിച്ചുള്ള മാഗ്മയുടെ തള്ളിക്കയറ്റം കാരണം വലയങ്ങൾ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് അവയുടെ കേന്ദ്രങ്ങൾ ഏകദേശം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വിന്യസിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. എജിറിൻ, യൂഡാലൈറ്റ്, സിർക്കോൺ തുടങ്ങിയ ധാതുക്കളും ഈ അർക്കാനു ഘടനയിൽ കാണപ്പെടുന്നുണ്ട്. 20 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജബൽ അവനൈറ്റ് പോലെയുള്ള സമീപ മലനിരകൾക്കും സമാനമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട്. വടക്ക് ഭാഗത്തായി അടുക്കുകളായുള്ള മണൽക്കല്ലുകൾ, ചുണ്ണാമ്പുകല്ലുകൾ, ക്വാർട്സ് എന്നിവ ഈ സമുച്ചയത്തിന് അതിർത്തി തീർക്കുന്നു. 800 മില്ലിമീറ്റർ ലെൻസ് ഉപയോഗിച്ച് ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചിത്രത്തിൽ 1400 മീറ്റർ വരെ ഉയരമുള്ള ഈ മലനിരകൾ മരുഭൂമിയിലെ സമനിലങ്ങളിൽ നീണ്ട നിഴലുകൾ പരത്തുന്ന മനോഹരമായ ദൃശ്യം വ്യക്തമാക്കി. 800 മീറ്ററിലധികം ഉയരത്തിൽ നിൽക്കുന്ന ഈ മലകളുടെ നിഴലുകൾ പാറക്കെട്ടുകൾ മണ്ണൊലിച്ച് നീളൻ മണൽക്കുന്നുകളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുന്നു. വർഷത്തിൽ ശരാശരി 1 മുതൽ 5 മില്ലിമീറ്റർ വരെ മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ അങ്ങേയറ്റത്തെ വരൾച്ച ഈ ചിത്രം എടുത്തു കാണിക്കുന്നു. മലമുകളോട് അടുക്കുമ്പോൾ ഓറോഗ്രാഫിക് ലിഫ്റ്റ് കാരണം മഴയുടെ അളവ് 5 മുതൽ 10 മില്ലിമീറ്റർ വരെ നേരിയ തോതിൽ കൂടുവാൻ സാധ്യതയുണ്ട്. 2 വരണ്ട നദീതടങ്ങൾ ഈ പർവ്വത സമുച്ചയത്തിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട് എങ്കിലും അവയിൽ വെള്ളം വളരെ വിരളമായി മാത്രമേ കാണാറുള്ളൂ. എന്നിരുന്നാലും ഒരു പച്ച താഴ്വര മരുപ്പച്ച ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ബെഡുയിൻ ഇടയന്മാർ കാലക്രമേണ ഈ പ്രദേശം കന്നുകാലികളെ മേയാൻ ഉപയോഗിക്കുന്നു. നാസയുടെ എക്സ്പെഡിഷൻ 73 ക്രൂ പകർത്തിയ ഈ ചിത്രം വിദൂര സഹാറ മരുഭൂമിയിലെ ഭൂമിശാസ്ത്ര രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ബഹിരാകാശത്ത് നിന്നുള്ള നിരീക്ഷണങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഒരു കാലത്ത് ഉൽക്കാഗർത്തം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഈ വളയരൂപങ്ങൾ യഥാർത്ഥത്തിൽ മാഗ്മയുടെ ആവർത്തിച്ചുള്ള പ്രവാഹത്താൽ ഭൂമിയിൽ രൂപം കൊണ്ട അത്ഭുതങ്ങളാണ്. അതിരൂക്ഷമായ വരൾച്ചയിലും പ്രകൃതിയുടെ ഈ വിസ്മയങ്ങളും അവയോട് ചേർന്നുള്ള ജീവന്റെ തുടിപ്പിനെയും ഈ ദൃശ്യം ലോകത്തിന് മുന്നിൽ എത്തിച്ചു. വെബ് ഡെസ്ക് തത്വമയി TV.